നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനേ മിത്രയെ കുറിച്ച് ആലോചിക്കായിരുന്നു. മിത്ര പറഞ്ഞ കാര്യങ്ങൾ ഒരു കണക്കിന് മിത്ര പറഞ്ഞതൊക്കെ ന്യായമല്ലേ? അവളുടെ ഭാഗത്തല്ലേ ശരി? അവള് നമ്മളെ കൊല്ലാൻ നോക്കിയാലും നമ്മുടെ കുടുംബം ഇല്ലാതാക്കാൻ നോക്കിയാലും അതിലൊരു പെണ്ണിന്റെ മനസ്സില്ലേ? ഇതാ സാർ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. മിത്ര മാഡത്തിനും അവരുടേതായ ശരികൾ ഉണ്ടാവുമല്ലോ. നമുക്കേ മിത്രയൊന്ന് വിളിച്ചാലോ? വലിയ വിഷമത്തിലായിരിക്കും ഇപ്പോ. നമ്മൾ വിളിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടിയാലോ? ആ, അത് നല്ലതാ സാർ. ചിലപ്പോ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും സാറ് ക്ഷമിച്ചു എന്നറിയുമ്പോ മിത്രമേടെ എല്ലാം അവസാനിപ്പിക്കും. വിളിക്കൂ സാർ. അതെ അതെ, ആ തലയും കൊണ്ടുവന്നേ. എന്തിനാ? ഇങ്ങ് വാ. അതെ, ഞാൻ അവളെ കുറിച്ച് ചിന്തിച്ചിരുന്നത് ഇതൊന്നും അല്ല. പക്ഷേ താൻ അതാണ് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് എനിക്കറിയാം. മിത്രാ മേഡം പോലും കൊല്ലാൻ നോക്കിയുള്ള മേഡം വിളിച്ചാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. പിന്നെന്ത് വിളിക്കാനാ? അതെ, കാർത്തികയെ നിങ്ങളുടെ കുടുംബം ഇല്ലാതാക്കാൻ നോക്കിയപ്പോ അയാളെ എന്താ വിളിച്ചേ? ദുഷ്ടൻ. ആ അതെ, അപ്പോ ഇവളെ വിളിക്കേണ്ടത് ദുഷ്ടത്തി, അല്ലാതെ വേറെന്തെങ്കിലും പറഞ്ഞാൽ കേട്ടാവുണ്ടല്ലോ. എന്നാലും ഇനി അവളുടെ പേര് ഈ വീട്ടിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ശരിയാക്കി കളഞ്ഞ. എന്തായിരുന്നു? മിത്രാ മേഡം വരുമ്പോ സ്വീകരിക്കുന്നു, ഇരുത്തുന്നു, ജ്യൂസ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നു. അന്നൊന്നും മിത്രാ മേഡത്തിനെ പോലെ നല്ലൊരു പെണ്ണിനെ താൻ കണ്ടിട്ടേ ഇല്ലല്ലേ? ഇപ്പൊ കിട്ടിയല്ലോ വയറ് നിറച്ച്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ ഇനിയും പുതിയ വേഷം കിട്ടും. ചിലപ്പോ കാണാനും വരും. അത് ചിലപ്പോ അവള് മഹാരോഗിയാണെന്ന് പറഞ്ഞുകൊണ്ടാവാം. എല്ലാത്തിലും കുറ്റബോധമുണ്ട്, അതിൽ നീറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാവാം. അതെ, മനസ്സലിയുകയോ അതിന്റെ പേരിൽ അവളോട് കൂട്ടുകൂടുകയോ ചെയ്താ കൊല്ലും ഞാൻ. ആ, അത്ര തന്നെ. സാർ ഭക്ഷണം കഴിക്കേ. ആ, എനിക്ക് വേണ്ട. കഴിക്കാതിരിക്കാൻ വേണ്ടിയാണോ ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്? കഴിക്കൂ സാർ. എനിക്കിപ്പോ വയ്യടോ ഈ സ്പൂൺ വെച്ച് കുത്തി കുത്തി. എനിക്ക് മടിയാന്നേ. പണ്ടൊക്കെ ഞങ്ങള് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ മുത്തശ്ശി കഥ പറഞ്ഞു തരും. ഞാൻ കഥ പറഞ്ഞു കഴിപ്പിക്കട്ടെ? എന്ത് കഥ? അത് ഒരു കഥ. മുത്തശ്ശി വായി തോന്നുന്ന പോലെ പറയും. ഒരിടത്തൊരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ്. വേണ്ട വേണ്ട വേണ്ട, ഈ കഥയൊക്കെ ഇവിടെ കുറെ ഓടിയിട്ടുണ്ട്. എന്നാ ശരി, ഞാൻ മിണ്ടാതെ വാരിത്തരാം. അപ്പൊ പറ്റോ? വേണോ? മര്യാദക്ക് കഴിക്കേ, അല്ലെങ്കിൽ എനിക്ക് കിടന്ന ഉറക്കം കിട്ടില്ല. അതെന്താ ഞാൻ കഴിച്ചില്ലെങ്കിൽ തനിക്ക് ഉറക്കം കിട്ടാത്തത്? കൂടെ കിടക്കുന്ന ആളല്ലേ? കൂടെ കിടക്കുന്നു? അല്ല, എന്ന് പറഞ്ഞാ ഒരു മുറിയിലേക്ക് കിടക്കുന്നു, അത്രേ ഉള്ളൂ. ഓ, മര്യാദക്കിരുന്ന് കഴിക്കാൻ നോക്ക്.